ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. അതിൽ കുറച്ച് പൂക്കളും പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരാം. നല്ല പിച്ചിയെല്ലാം ജോർഡാനിലുണ്ട്. ഇതിൻ്റെ തൈയെല്ലാം ഇവിടെ തന്നെ കിട്ടുന്നതാണ്. ഇവിടെ ശരിക്കും പിച്ചിയും റോസയൊക്കെ നന്നായിട്ട് കിട്ടും. അതിനിടെ ഞാനൊരു കിളിക്കൂടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കിളിക്കൂടൊക്കെ നമുക്ക് ഭയങ്കര രസമുള്ളൊരു സംഭവമാണല്ലോ. നല്ല റോസയാണ് കേട്ടോ. ഇവിടുത്തെ റോസയ്ക്കൊക്കെ നല്ല കളറും വലിപ്പവും ഒക്കെ ഉണ്ട്. അത് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണെന്നാണ് തോന്നുന്നത്. നമ്മളെ നാട്ടിലുള്ള റോസയാണെങ്കിൽ ഗാർഡനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ 2-3 പൂ പൂക്കും, പിന്നെ പൂക്കത്തില്ല. മിക്സ് റോസയെല്ലാം ഉണ്ട്. ഇത്തിരി കളറുകളുണ്ട് ഈ റോസയിൽ. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ സംഭവങ്ങളാണ്. ഇത് നാട്ടിൽ ഉണ്ടായിരിക്കും. ഇപ്പം എല്ലായിടത്തും ബഡ്ഡിങ് ഒക്കെ ചെയ്ത് നല്ല വെറൈറ്റി റോസകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു കമ്പ് കിട്ടിയായിരുന്നാലും കളയത്തില്ല. അതിനെല്ലാം കൊണ്ടുവന്ന് ഞാൻ വയ്ക്കും. എവിടെ ചെന്നാലും എൻ്റെ കണ്ണെല്ലാം പോകുന്നത് ചെടിയിലാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ഡാലിയയും നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു വിത്താണ് കൊണ്ടുവന്നത്. വിത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ പിടിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ജമന്തിയുടെ തന്നെ ഒരു വലിയ തോട്ടം എനിക്കുണ്ട്. അത് ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഓറഞ്ച് ഇത് ജോർഡൻ വാലിയിൽ നിന്നാണ് ഞാനൊരു ഓറഞ്ചിൻ്റെ തൈ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടത്. ചെറിയ ഓറഞ്ചാണ്. അത് നമുക്ക് ജ്യൂസിനും അല്ലാണ്ട് തന്നെ കഴുകിയിട്ട് തിന്നാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഞാനന്ന് വലിയ ഓറഞ്ച് മുസമ്പിയുടെ ഒരു തൈയും കൊണ്ട് നട്ടു. അതൊക്കെ ചെറുതിലേ തന്നെ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് കായ്ച്ചു തുടങ്ങി. പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്. ഇവിടുത്തെ മണ്ണ് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. ഇവിടെ വെള്ളമൊക്കെ കുറവാണ്. ഈ രാജ്യത്ത് വെള്ളം കുറവാണ്. വെള്ളവും കൂടെ കിട്ടുവാണെങ്കിൽ നന്നായിട്ട് പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിലും ഉണ്ടാവും. ഇതിൻ്റെ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല ഫ്രൂട്ട്സ് കിട്ടും. ജോർഡാനിൽ വന്നിട്ട് ഞാൻ കൂടുതൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുള്ളത് ഫ്രഷ് ഫ്രൂട്ട്സാണ്. ഈ തോട്ടത്തിൽ നിന്നുള്ള തന്നെ പറിച്ചു കൊണ്ടുവന്ന ഫ്രൂട്ട്സാണ്. അതൊക്കെ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. കൂടുതൽ ഡെവലപ്പ് അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു രാജ്യമാണ് ഇത്. ഈ ചെടി തോട്ടത്തിൻ്റെ ഇടയിൽ തന്നെ ഞാൻ റോസയൊക്കെ കട്ട് ചെയ്ത് സൈഡിന് ഇങ്ങനെ വച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുരിങ്ങയെല്ലാം നട്ടിട്ടുണ്ട്. ഈ മുരിങ്ങ തോട്ടത്തിലെ ഒരു മുരിങ്ങ പറിച്ചിട്ടാണ്. ഈ തോട്ടത്തിലെ മുരിങ്ങയാണ്. ഞാൻ അന്നൊരു അച്ചാറൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ. അത് ഈ തോട്ടത്തിൽ നിന്ന് പറിച്ച മുരിങ്ങ വെച്ചിട്ടാണ് ഞാൻ ആ അച്ചാർ ഉണ്ടാക്കിയത്. വലിയ നല്ല നീളം മുരിങ്ങയാണ്. ഞാനൊരു വിത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് പിടിപ്പിച്ചാണ്. ഇപ്പം ഒന്നിന് നമുക്ക് 5 മുരിങ്ങയുണ്ട്. ഈ 5 മുരിങ്ങയും കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഇവിടെ കായ്ക്കുന്നുണ്ട്. തണുപ്പാവുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് ഇതായിട്ട് നിൽക്കും. ഇലയെല്ലാം പോയിട്ട് ഒരു വാടിയ മാതിരി നിൽക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് റെഡി ആയിക്കോളും. തണുപ്പ് ഇവിടെ ഒരു പ്രശ്നമാണ്. തണുപ്പാവുമ്പോൾ ഇതെല്ലാം നമുക്ക് തോന്നും എല്ലാം പോകുമെന്നുള്ളത്. പക്ഷെ സമ്മറാകുമ്പോൾ വിത്തൊക്കെ ഉള്ളതും ചെറിയ ബലമുള്ള ചെടികളെല്ലാം റെഡിയായി വരും. അതിനിടയ്ക്ക് കുറച്ച് റോസയൊക്കെ ഈ മുരിങ്ങയുടെ ഇടയിലുമൊക്കെ നട്ടിട്ടുണ്ട്. പച്ചമുളകും കറ്റാർ വാഴയും. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു ജമന്തിത്തോട്ടം കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ആ ജമന്തിത്തോട്ടം നിങ്ങൾ കണ്ടു നോക്കണം. ഒരു 2 മാസത്തോളം അതിൻ്റെ പൂക്കൾ നിൽക്കും. വർഷത്തിലൊരു 2 പ്രാവശ്യം അത് പൂക്കത്തുള്ളൂ. പക്ഷെ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 1-2 മാസം ഈ ജമന്തി നിറയെ പൂക്കൾ ഇങ്ങനെ നിൽക്കും. കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല മണവുമാണ്. നല്ല ഭംഗിയും നല്ല മണവും ഉള്ള ജമന്തിയാണ്. ഒരു വാഴയും നട്ടിട്ടുണ്ട്. വാഴ അങ്ങ് ചത്തുപോയതായിരുന്നു. പിന്നെ എങ്ങനെയോ അതിൻ്റെ ഒരു വിത്ത് നിന്നിട്ട് വീണ്ടും വാഴ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു കൊലയൊക്കെ വന്നു. ഭയങ്കര സന്തോഷം നമുക്ക്. അതിൻ്റെ കൊലയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് എത്ര ദിവസം കൊണ്ട് അത് പാകാവുമെന്നറിയില്ല. എന്നാലും നമ്മുടെ വച്ച ഒരു വാഴയിൽ കൊല വരുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ. ഇവിടെ വാഴയിലേക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ടൊക്കെ.
അപ്പം അതൊക്കെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. എന്തായാലും എൻ്റെ കൂട്ടുകാരും സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ പച്ചക്കറിയോ അല്ലെങ്കിൽ കുറച്ച് പഴങ്ങളോ ഒക്കെ നട്ട് പിടിപ്പിച്ച് അതിൽ നിന്ന് നിങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് അതിൻ്റെ സന്തോഷം എത്രമാത്രമാണെന്നുള്ളത്. ഓക്കെ, ബൈ.